Good morning, children. Welcome back to our English class. Today we are doing the continuation of our third chapter, Tanappa the Postman. Did you read the lesson? What was the story? Postman Tanappa was much loved by everyone in the village, in the Malgudi village. He would take part in the happiness or sorrow depending on what the letter contained. അല്ലേ? പോസ്റ്റ്മാൻ തനപ്പ മാൽഗുഡി വില്ലേജിലെ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു പോസ്റ്റ്മാനാണ് അല്ലേ? അദ്ദേഹം അവരുടെ സന്തോഷത്തിലും വിഷമത്തിലും ആ ലെറ്ററിനകത്ത് എന്താണോ അദ്ദേഹം കൊണ്ടു കൊടുക്കുന്ന ലെറ്ററിൽ സന്തോഷമായാലും ദുഃഖമായാലും അവരോടൊപ്പം പങ്കുചേരും അല്ലേ? അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം അടുത്ത വീട്ടിലേക്ക് പോകുന്നത്. ഓക്കെ, all of you take page number 17. Page number 17. One day Tanappa had a letter for Kamalakshi, an old woman who lived in Vinayak Malgudi street. Whistling a happy tune, he went on his beat delivering letters. As usual, he dropped at each house talking about this and that. Kamalakshi's letter was the last one. When he neared the house, he saw the old woman seated at the veranda. One day, Tanappa had a letter for Kamalakshi. ഒരു ദിവസം തനപ്പായിക്ക് കമലാക്ഷി എന്ന് പറയുന്ന ഒരു ഓൾഡ് വുമണാണ്, അവർക്ക് ലെറ്റർ ഉണ്ടായിരുന്നു. ഹൂ ലിവ്ഡ് ഇൻ വിനായക് മുദലി സ്ട്രീറ്റിൽ താമസിക്കുന്ന കമലാക്ഷി എന്ന് പറയുന്ന ഓൾഡ് വുമണിന് ഒരു ലെറ്റർ ഉണ്ടായിരുന്നു. Whistling a happy tune, he went on his beat delivering letters. Whistling a happy tune, അദ്ദേഹം ഇങ്ങനെ ഷൂളോ അടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെ ഷൂളോ അടിച്ചിങ്ങനെ നടന്നിട്ട് he went on his beat delivering letters. അദ്ദേഹം എല്ലാവർക്കും ലെറ്റർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. As usual, he stopped at each house talking about this and that. സാധാരണ പോലെ തന്നെ അദ്ദേഹം ഓരോ വീടിൻ്റെ അടുത്തും ചെന്നിട്ട് ലെറ്റർ കൊടുക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. ദിസ് ആൻഡ് ദാറ്റ്, അതും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ച് അവിടെ നിൽക്കും. കമലാക്ഷിസ് ലെറ്റർ വാസ് ദ ലാസ്റ്റ് വൺ. കമലാക്ഷിയുടെ എഴുത്തായിരുന്നു ഏറ്റവും അവസാനത്തെ ലെറ്റർ. When he neared the house, he saw the old woman seated at the veranda. അദ്ദേഹം ആ വീടിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം കണ്ടു പ്രായമുള്ള അമ്മ ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഓരോ വീട്ടിലെ ലെറ്റർ കൊടുത്തിങ്ങനെ വരികയാണ് അല്ലേ? അപ്പോൾ സന്തോഷമായിട്ട് ഷൂളൊക്കെ അടിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ലെറ്റർ കൊടുത്ത് വരുന്നു. അപ്പോൾ ലാസ്റ്റിൽ ആർക്കാണ് ലെറ്റർ? കമലാക്ഷീസ് ലെറ്റർ വാസ് ദ ലാസ്റ്റ് വൺ. വെൻ ഹി നിയർഡ് ദ ഹൗസ്, ഹി സാ ദ ഓൾഡ് വുമൺ സീറ്റഡ് അറ്റ് ദ വരാന്ത. അദ്ദേഹം വീടിനടുത്തെത്തിയപ്പം കണ്ടു ആ സ്ത്രീ, വയസ്സെയ്യുന്ന സ്ത്രീയാണെങ്കിൽ ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു. Okay. Good day, Kamalakshi Amma. How are you? Greeted Tanappa. Hello, Tanappa. I am fine, but I am getting old. I do feel tired now and then, replied Kamalakshi. Sitting on the steps of the veranda, Tanappa said, I have a letter for you. It is from your son. Kamalakshi's face brightened up. She said, Tanappa, could you please read to me the letter? I do not know how to read. Okay. Good day, Kamalakshi Amma. How are you? Greeted Tanappa. അപ്പോൾ അദ്ദേഹം കൊണ്ട് ചെന്നപ്പോൾ കമലാക്ഷി അമ്മ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? അപ്പം ഗുഡ് ഡേ, നല്ല ദിവസം അല്ലേ? കമലാക്ഷി അമ്മ അദ്ദേഹം ഗ്രീറ്റ് ചെയ്യാണ്. ഹൗ ആർ യു? എങ്ങനെയുണ്ട്, സുഖമാണോ ചോദിക്കുകയാണ്. ഹലോ തനപ്പ, ഐ ആം ഫൈൻ. അപ്പോൾ കമലാക്ഷി അമ്മ പറഞ്ഞു, ഹലോ തനപ്പ, ഐ ആം ഫൈൻ, എനിക്ക് സുഖം തന്നെ. ഐ ആം ഗെറ്റിംഗ് ഓൾഡ്, എനിക്ക് വയസ്സാകുന്നു അല്ലേ? ഐ ആം ഗെറ്റിംഗ് ഓൾഡ്. ഐ ഡു ഫീൽ ടയേർഡ് നൗ ആൻഡ് ദെൻ, എനിക്ക് ഭയങ്കര ക്ഷീണം, എപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ക്ഷീണം അല്ലേ? വയസ്സെന്ന അമ്മയാണ്. റിപ്ലൈഡ് കമലാക്ഷി. സിറ്റിംഗ് ഓൺ ദ സ്റ്റെപ്സ് ഓഫ് ദ വരാന്ത, തനപ്പ സെറ്റ്. അപ്പോൾ അദ്ദേഹം കമലാക്ഷി പറയുകയാണ്, എനിക്ക് പ്രായമായിട്ട് വരികയാണ് അല്ലേ, എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് അല്ലേ. ഐ ഹാവ് എ ലെറ്റർ ഫോർ യു. അദ്ദേഹം അപ്പോൾ ആ വരാന്തയിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് തനപ്പ പറയുകയാണ്, ഐ ഹാവ് എ ലെറ്റർ ഫോർ യു. ഇറ്റ് ഈസ് ഫ്രം യുവർ സൺ. എൻ്റെ കയ്യിൽ നിങ്ങൾക്കൊരു എഴുത്തുണ്ട്. എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ഫ്രം യുവർ സൺ, നിങ്ങളുടെ മകൻ അയച്ചാണ് അല്ലേ. കമലാക്ഷിസ് ഫേസ് ബ്രൈറ്റൻഡ് അപ്പ്. കമലാക്ഷിയുടെ ഫേസ് അങ്ങ് തിളങ്ങി. ബ്രൈറ്റൻ ചെയ്യുക, മകൻ്റെ ലെറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുഖം അങ്ങ് തിളങ്ങി. ഷീ സെഡ്, തനപ്പ, കുഡ് യു പ്ലീസ് റീഡ് മീ ദ ലെറ്റർ? ഐ ഡു നോട്ട് നോ ഹൗ ടു റീഡ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ആ കമലാക്ഷി അമ്മ പറയുകയാണ്, തനപ്പ, കുഡ് യു പ്ലീസ് റീഡ് മീ ദ ലെറ്റർ? താങ്കൾക്ക് ആ ലെറ്റർ എനിക്കൊന്ന് വായിച്ചു തരാമോ? ഐ ഡു നോട്ട് നോ ഹൗ ടു
ടു റീഡ്, എനിക്ക് വായിക്കാൻ അറിഞ്ഞുകൂടാ, എനിക്ക് ആ ലെറ്റർ ഒന്ന് വായിച്ചു തരാമോ, കമലാക്ഷി അമ്മ ചോദിക്കുകയാണ്. ദസ് തനപ്പ റീഡ് ഔട്ട് ദ ലെറ്റർ ടു കമലാക്ഷി. ദിസ് ഇസ് വാട്ട് ഹി റെഡ്. അങ്ങനെ തനപ്പ ലെറ്റർ വായിക്കാൻ തുടങ്ങി. റീഡ് ചെയ്യുക, വായിച്ചു. തനപ്പ റെഡ് ഔട്ട് ദ ലെറ്റർ ടു കമലാക്ഷി. ആ ലെറ്റർ ഇങ്ങനെ വായിക്കുകയാണ്. ദിസ് ഇസ് വാട്ട് ഹി റെഡ്. എന്താണ് അദ്ദേഹം വായിച്ചത് നോക്കാം. ഓക്കെ. എസ് എൻ ടവേഴ്സ്, ചെന്നൈ, തമിഴ്നാട്. ലെറ്റർ എഴുതിയിരിക്കുകയാണ്. അത് ചെന്നൈയിൽ നിന്നാണ് എഴുതുന്നത് അല്ലേ. എന്നാണ്, ഏത് ഡേറ്റ് എന്നാണ്? 20 ജാനുവരി 1995. 20 ജാനുവരിയിലാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ നോക്കാം, ലെറ്റർ എഴുതുമ്പം ഇവിടെ പ്ലേസും എഴുതണം, ഇവിടെ ഡേറ്റ് അല്ലേ. ഓക്കെ. ഡിയർ അമ്മ, how are you? Hope your health is good. I am writing this letter to let you know that I will be coming home on the 14th of February. I will tell you about my life here and about my job as an engineer when I reach home. Hoping to eat your tasty payasams and chutney. Yours lovingly, ഹരിഹരൻ അല്ലേ. അദ്ദേഹത്തിൻ്റെ കമലാക്ഷമ്മയുടെ മകൻ്റെ പേരാണ് ഹരിഹരൻ. അപ്പോൾ ലെറ്റർ എന്താണ്? ഡിയർ അമ്മ, ഹൗ ആർ യു? അമ്മയ്ക്ക് സുഖമാണോ? ഹോപ്പ് യുവർ ഹെൽത്ത് ഈസ് ഗുഡ്. ഞാൻ വിചാരിക്കുന്നു അമ്മയ്ക്ക് സുഖമായിരിക്കും, നമ്മുടെ ആരോഗ്യമൊക്കെ നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അല്ലേ. ഹോപ്പ് യുവർ ഹെൽത്ത് ഈസ് ഗുഡ്. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ലെറ്റ് യു നോ ദാറ്റ് ഐ വിൽ ബി കമ്മിങ് ഹോം ഓൺ ദ 14th of February. ഞാൻ എന്തിനാണ് ഈ ലെറ്റർ എഴുതുന്നത്? ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ, ഞാൻ എഴുതുന്നത് ടു ലെറ്റ് യു നോ, അമ്മയെ അറിയിക്കാനാണ്. എന്താണ്? ഐ വിൽ ബി കമ്മിങ് ഹോം ഓൺ ദ 14th of February. 14th ഫെബ്രുവരിക്ക് ഞാൻ അമ്മയുടെ അടുത്ത് വീട്ടിൽ വരുന്നു അല്ലേ. ഐ വിൽ ബി കമ്മിങ്, ഞാൻ വരുന്നുണ്ട്. ഐ വിൽ ടെൽ യു എബൌട്ട് മൈ ലൈഫ് ഹിയർ, ഞാൻ എൻ്റെ ഇവിടുത്തെ ജീവിതത്തെക്കുറിച്ചും, ആൻഡ് എബൌട്ട് മൈ ജോബ് ആസ് എൻ എൻജിനീയർ വെൻ ഐ റീച്ച് ഹോം, ഒരു എൻജിനീയറായിട്ട് എൻ്റെ ഇവിടുത്തെ ജോലിയെക്കുറിച്ചും എൻ്റെ ഇവിടെ ജീവിതത്തിനെക്കുറിച്ചൊക്കെ ഞാൻ അമ്മയോട് അവിടെ വരുമ്പം പറയാം. വെൻ ഐ റീച്ച് ഹോം, ഞാൻ അവിടെ അമ്മയുടെ അടുത്ത് എത്തിച്ചേരുമ്പോൾ പറയാം. റീച്ച് ചെയ്യുക, എത്തിച്ചേരുക. ഹോപ്പിംഗ് ടു ഈറ്റ് യുവർ ടേസ്റ്റി പായസംസ് ആൻഡ് ചട്നി. ഹോപ്പിംഗ് ടു ഈറ്റ്, ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മയുടെ ടേസ്റ്റി പായസവും ചട്നിയൊക്കെ കഴിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. യുവേഴ്സ് ലവിങ്ലി, ഹരിഹരൻ. ഇങ്ങനെ എഴുതിയാണ്. കമലാക്ഷമ്മയുടെ മകൻ വരുന്നുണ്ട്. എവിടെ നിന്നാണ് വരുന്നത്? ചെന്നൈയിൽ നിന്ന് അല്ലേ. എന്നാണ്? 14 ഫെബ്രുവരിയിൽ വരുന്നു അല്ലേ. അപ്പോൾ ഇതാണ് ലെറ്റർ എഴുതിയിരിക്കുകയാണ്. ഐ ആം സോ ഹാപ്പി. ലെറ്റർ കമലാക്ഷമ്മയെ വായിച്ച് ഏൽപ്പിക്കുകയാണ് തനപ്പ അല്ലേ. ഐ ആം സോ ഹാപ്പി തനപ്പ, മൈ സൺ ഈസ് കമ്മിങ്. അപ്പോഴത്തേക്ക് കമലാക്ഷമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ. ഐ ആം സോ ഹാപ്പി തനപ്പ, എനിക്ക് ഭയങ്കര സന്തോഷമായി തനപ്പ അല്ലേ. മൈ സൺ ഈസ് കമ്മിങ്, എൻ്റെ മകൻ വരുന്നു. യു മേഡ് മൈ ഡേ, എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം നീ എന്നെ സന്തോഷമാക്കി അല്ലേ. യു മേഡ് മൈ ഡേ. സെറ്റ് എ ബീമിങ് കമലാക്ഷി. ബീമിങ് മീനിങ് ഇങ്ങനെ ചിരിക്കുക, ഉറക്കെ ഇങ്ങനെ ചിരിക്കുന്നതിനാണ് ബീമിങ്. That is right. Now all your tiredness will vanish. അപ്പോൾ തനപ്പ പറയാണ് ഓക്കെ ശരി. Now all your tiredness will vanish. Tiredness meaning ക്ഷീണം. വാനിഷ് ചെയ്യുക, അപ്രത്യക്ഷം. ഇനി അമ്മയുടെ ക്ഷീണം എല്ലാം ഇപ്പം പോകും അല്ലേ. മകൻ വരുന്നുണ്ട് അല്ലേ. അത് സന്തോഷമായി. റിമെമ്പർ ടു കീപ് aside some പായസം ആൻഡ് ചട്നി ഫോർ മീ ടു. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് റിമെമ്പർ ടു കീപ്, ഓർമ്മിക്കുക, കുറച്ച് പായസവും ചട്നിയൊക്കെ എനിക്കും കൂടെ മാറ്റി വെച്ചേക്കണം അല്ലേ. aside, മാറ്റി വയ്ക്കുക. എനിക്കും കൂടെ കുറച്ച് പായസവും, മകൻ വരുമ്പം പായസവും ചട്നിയൊക്കെ ഉണ്ടാകത്തില്ലേ. ചട്നി മീൻ ചമ്മന്തി എന്നാണ് അർത്ഥം. അപ്പം പായസവും ചമ്മന്തിയൊക്കെ എനിക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്കൂടെ മാറ്റി വെച്ചിരിക്കണം. റിമെമ്പർ ടു കീപ് aside some പായസം ആൻഡ് ചട്നി ഫോർ മീ ടു. എനിക്കും കൂടെ കുറച്ച് പായസവും ചട്നിയൊക്കെ മാറ്റി വെച്ചിരിക്കണം. said Thanappa, laughing, and he went on his way. said Thanappa, Thanappa ഇങ്ങനെ ചിരിച്ചും കൊണ്ട് പറയുകയാണ്. പറഞ്ഞിട്ട് ആൻഡ് ഹി വെൻറ്റ് ഓൺ ഹിസ് വേ. ഇനി വീട്ടിലെ ലാസ്റ്റ് വീടാന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവുമായിരിക്കും. ദ മൽഗുഡി പോസ്റ്റ്മാൻ വിൽ ഹാവ് മോർ ലെറ്റേഴ്സ് ടുമോറോ ടു മേക്ക് സമൺ എൽസ് ഹാപ്പി. ദ മൽഗുഡി പോസ്റ്റ്മാൻ, ആ മൽഗുഡിയിലെ പോസ്റ്റ്മാന് വിൽ ഹാവ് മോർ ലെറ്റേഴ്സ് ടുമോറോ, നാളെ ഇനി ഒരുപാട് ലെറ്റർ കാണും. ടു മേക്ക് സമൺ എൽസ് ഹാപ്പി, മറ്റേ ആരെങ്കിലും സന്തോഷിപ്പിക്കാനായിട്ട് ഇനി നാളെയും ഒരുപാട് ലെറ്റർ കാണും ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലേ. ഓക്കെ. ഇത് നിതീഷ് ആദ്യമേ പറഞ്ഞു അഡാപ്റ്റഡ് ഫ്രം R.K. നാരായൺസ് ദ മിസ്സിംഗ് മെയിൽ. R.K. നാരായണൻ്റെ മിസ്സിംഗ് മെയിൽ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത കഥയാണ് തനപ്പ ദ പോസ്റ്റ്മാൻ. ഓക്കെ. ലെസൺ നന്നായിട്ട് റീഡ് ചെയ്യുക. വളരെ സിമ്പിളായ ലെസണാണ്. മീനിങ്സൊക്കെ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ഇച്ചിരി മലയാളത്തിലും എൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് പേജ്. മീനിങ്സ് എന്നൊക്കെ. മീനിങ്സ്: റഷ്,
ടു മൂവ് ഇൻ എ ഹറി അല്ലേ. റഷ് മീനിങ് എന്താണ്? ടു മൂവ് ഇൻ എ ഹറി. ഗ്രീറ്റ് ടു വിഷ്. റഷ് ചെയ്യുക, വളരെ സ്പീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനാണ് റഷ് ചെയ്യുക. ഗ്രീറ്റ് ടു വിഷ്, വിഷ് ചെയ്യുക. സ്ലാങ് ടു ഹാങ് ഇൻ എ കാഷ്വൽ മാനർ. ഇങ്ങനെ സാധാരണയായിട്ട് ഇങ്ങനെ തൂക്കിയിടുക, തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. ടു ഹാങ് ഇൻ എ കാഷ്വൽ മാനർ, സാധാരണ രീതിയിൽ ഇങ്ങനെ തൂക്കിയിടുന്നതാണ് സ്ലാങ്. എൻതൂസിയാസ്റ്റിക്കലി, വിത്ത് മച്ച് എനർജി ആൻഡ് ബിസിനസ്. ഭയങ്കര എനർജിയോടും സന്തോഷത്തോടും കൂടി. എൻതൂസിയാസ്റ്റിക്കലി, എല്ലാവരും അദ്ദേഹത്തെ വിഷ് ചെയ്യുന്നു അല്ലേ. രാവിലെ എല്ലാവരും ഭയങ്കര എനർജി ആയിട്ട്, നല്ല പോസിറ്റീവ് എനർജിയായിട്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ വിഷ് ചെയ്യുന്നു. ഡെലിവർ, ബ്രിങ് ആൻഡ് ഹാൻഡ് ഓവർ. ഡെലിവർ ചെയ്യുക, കൊടുക്കുക എന്നാണ് മീനിങ്. സോറോ, സാഡ്നസ്, ദുഃഖം. പൊളൈറ്റ്ലി, വിത്ത് മച്ച് റെസ്പെക്റ്റ്. പൊളൈറ്റ്ലി മീനിങ് വളരെ വിനയത്തോടു കൂടി, വളരെ ബഹുമാനത്തോടു കൂടി അല്ലേ. ബട്ടർ മിൽക്ക്, എ റീഫ്രഷിങ് ഡ്രിങ്ക്. നമ്മളെ റീഫ്രഷ് ചെയ്യും, നമുക്ക് നമ്മളെ നല്ല ഫ്രഷ് ആക്കുന്ന വെള്ളം. മിൽക്ക് പ്രോഡക്റ്റ്, ഒരു മിൽക്ക് പ്രോഡക്റ്റാണ്. മോരും വെള്ളം എന്ന് വെച്ചിട്ട് പറഞ്ഞു, ബട്ടർ മിൽക്ക്, മോരും വെള്ളം. വിസ്ലിംഗ്, വിസ്ലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഷൂളം അടിക്കുന്നതിനാണ്. ടു മേക്ക് എ സൗണ്ട് ബൈ ബ്ലോയിങ് വിൻ ബിറ്റ്വീൻ ദ ലിപ്സ്. വിസ്ലിംഗ്. ടു മേക്ക് എ സൗണ്ട് ബൈ ബ്ലോയിങ് വിൻഡ് ബിറ്റ്വീൻ ദ ലിപ്സ്. ഷൂളം അടിക്കുന്നതിനാണ് വിസ്ലിംഗ് എന്ന് പറയുക. ബീമിങ്, സ്മൈലിംഗ് ബ്രോഡ്ലി, ഇങ്ങനെ ചിരിക്കുന്നതിന്. ബീമിങ്, ചിരിക്കുക, നന്നായിട്ട് ഇങ്ങനെ ചിരിക്കുക. വാനിഷ്, ഗോ എവേ, ഡിസപ്പിയർ ചെയ്യുക, അപ്രത്യക്ഷമാവുക. വാനിഷ്, ഗോ എവേ, ഡിസപ്പിയർ, അപ്രത്യക്ഷമാകുന്നതിനാണ് വാനിഷ് എന്ന് പറയുക. ഓപ്പോസിറ്റ്സ് നോക്കേ. ലവ്, ഹേറ്റ്, കംപ്ലീറ്റ്, ഇൻകംപ്ലീറ്റ്. ഓൾഡ്, യങ്. ഓൾഡ് എന്ന് വെച്ചാൽ പ്രായമുള്ളത് അല്ലേ. യങ്, ചെറുപ്പം. ബ്രൈറ്റ്, തിളക്കമുള്ളത്. ഡാർക്ക്, ഇരുണ്ടത്. ഓക്കെ. ലവ്, സ്നേഹം എന്നാണ് ലവ് അല്ലേ. ഹെയ്റ്റ്, വെറുക്കുക. ഓക്കെ ചിൽഡ്രൻ, ഇമ്പോർട്ടൻ്റായ മീനിങ്സ് ടീച്ചർ എഴുതി തരുന്നുണ്ട്. ഇത് എന്നാലും വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക, മീനിങ്സൊക്കെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ ചിൽഡ്രൻ, ദിസ് ഫോർ ടുഡേ. താങ്ക് യു.